ഈ റൊഷാക്ക് കാർഡിൽ കണ്ട ഏതോ ഒരു പർട്ടിക്കുലർ വിഷ്വലുമായിട്ട് അവൾ എന്തോ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ സ്കീറ്റ്സോഫ്രെനിയാണെങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത ഏതോ ഒരു ഇൻസിഡന്റ് കണ്ടതിൽ നിന്നുള്ള ഷോക്കുമാവാം. ഏതായാലും കുറച്ച് ദിവസം കൂടി ഒബ്സർവ് ചെയ്തേ പറ്റൂ. അതുവരെ രേഷ്മ ഇവിടെ നിൽക്കട്ടെ. സണ്ണി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ അവളെപ്പോലൊരു പെൺകുട്ടി എന്തായാലും ഭ്രാന്താശുപത്രി എന്നല്ലേ പേര്. അതുകൊണ്ട് റോയ്, നീ ഒരു ഡോക്ടറാണെന്നുള്ള കാര്യം മറക്കണ്ട. അവളെന്റെ പെങ്ങളല്ലേടാ. അഡ്മിറ്റ് ചെയ്യണ്ട. ഞാനും റീനയും തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒരു വീടെടുക്കാം. അവിടെ നിർത്തി. രേഷ്മ വളരെ വയലന്റ് ആണ്. നിന്നെ കൊണ്ടോ റീനയെ കൊണ്ടോ അവളെ ഇപ്പം മാനേജ് ചെയ്യാൻ പറ്റില്ല. തന്നെയുമല്ല, നീ ഹോസ്പിറ്റലൊക്കെ വിട്ട് ഇവിടെ വന്ന് ഇവിടെയാണെന്ന് ആരും അറിയണ്ട. ഞാനുണ്ടാവുമല്ലോ ഫുൾ ടൈം ഇവിടെ. രേഷ്മ എൻ്റെയും പെങ്ങളല്ലേ. മെഡിക്കൽ കോളേജിൽ റോയ് എൻ്റെ സീനിയർ ആയിരുന്നു. റാഗിങ്ങിൻ്റെ ഉടക്കിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ടത്. ഒടുവിൽ ഞങ്ങൾ വീട്ടുകാരെ പോലായി. അമ്മച്ചി ഉണ്ടാക്കുന്ന കൊഞ്ചും കരിമീനും കഴിക്കാൻ അവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. ചിലപ്പോൾ ഈ രേഷ്മ ഉണ്ടാവും കൂടെ. അന്നൊക്കെ ഈ രേഷ്മ എന്ത് മിടിക്കായിരുന്നറിയാം. പുഴയിൽ മീൻ പിടിക്കാനും മാവിൽ കല്ലെറിയാനും ഒക്കെ ആയിരുന്നു ഉത്സാഹം. പെൺമക്കളില്ലാത്തതുകൊണ്ട് അമ്മച്ചിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാവം കുട്ടി. സണ്ണിച്ചായനെ കണ്ടിട്ട് ആ കുട്ടി തിരിച്ചറിഞ്ഞു. ഹലോ സണ്ണി. ആ വരുന്നു, ഉടനെ വരാം. എന്താ സണ്ണിച്ചായ? ആ കുട്ടി വീണ്ടും വയലന്റ് ആയിരിക്കുന്നു. പോവാ? ആ പോണം. അവിടെ വേറെ ഡോക്ടേഴ്സ് ഇല്ലേ? സോറി സർ, ഓൺലി 25 bucks. 25 രൂപ ചിലവായി പോയി. സാറ് വേണമെങ്കിൽ എൻ്റെ സാലറി ഒന്ന് കട്ട് ചെയ്തോളൂ. മാർക്കറ്റിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ആ നാൻസി അവൾക്കും കൂടെ വരണമെന്ന് ഒരേ നിർബന്ധം. സാർ അറിഞ്ഞാൽ മോശമാണ്, വേണ്ടാന്ന് ഞാൻ കുറേ പറഞ്ഞതാ, സമ്മതിച്ചില്ല. വാട്ട് ടു ഡു, ബിക്കോസ് ഷീ ഈസ് മൈ വീക്ക്നെസ്. ദാറ്റ് ഈസ് വൈ ഞാൻ അവളെ കൊണ്ടുപോയി ക്യൂടെക്സും കുപ്പിവെള്ളം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ പണങ്ങി പോകുമ്പോൾ ഒരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. സാറ് തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ തമ്മിൽ ലവ് ഒന്നുമല്ല. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഫ്രെഡി. സാറ് ചോദിക്കുന്നത് എന്തിനാ? സാറ് നോക്കുന്നതിന്റെ മനസ്സിലേക്കല്ലേ. ഞാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാം മനസ്സിലാവും. എടോ, താൻ ഈ കറിയിൽ ഉപ്പിട്ടിട്ടില്ല. സോറി സർ. ഫ്രെഡി, ഫോൺ എടുക്ക. ഇവിടെ. ഹലോ, ആ ഉണ്ടല്ലോ സാറേ, റോയ് സാറാ. ഹലോ റോയ്. വീണ്ടും വയലന്റ് ആയി. സാരമില്ല, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്ത് അങ്ങോട്ട് വന്നാലോ? ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ വെറുതെ വറീഡാവണ്ട. നിനക്കെന്തെങ്കിലും സൂചന കിട്ടിയോ? രേഷ്മയുടെ അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ തിരക്കി. അവർക്കാർക്കും ഒരു ഐഡിയ ഇല്ല. ആഷ എന്ന് പറയുന്നൊരു ഫ്രണ്ടുമായിട്ടാണ് അവളന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. ആ കുട്ടിയുടെ പേരൻസ് വന്നിരുന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയി എന്ന് പറഞ്ഞു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. രേഷ്മയിൽ നിന്ന് തന്നെ നമുക്കതറിയാൻ ശ്രമിക്കാം. ആ പിന്നെ അവളുടെ ഒരു ഡയറി ഞാൻ അങ്ങോട്ട് എത്തിക്കാം. നിനക്ക് എന്തെങ്കിലും സൂചന കിട്ടിയാലോ? ഞാൻ മറിച്ചു നോക്കി, പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അവൾ വരച്ച അൺഫിനിഷ്ഡായ ചില സ്കെച്ചസ്, കുറേ കവിതകൾ, പിന്നെ മരിച്ചുപോയ അമ്മച്ചിയുടെ പേർക്ക് എഴുതിയ കുറേ കത്തുകൾ, അതൊക്കെ അവളുടെ ഒരു ഹോബിയായിരുന്നു. ചില അബ്സൈഡിറ്റീസ്. പ്രിയപ്പെട്ട അമ്മച്ചി, ഇന്നും എനിക്ക് ഉറക്കം വരുന്നില്ല. എത്ര നേരമായെന്നോ ആകാശത്തിന്റെ അനന്തതയിലേക്ക് നോക്കി ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കോടാനുകോടി നക്ഷത്രങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നു. അതിലൊന്ന് എൻ്റെ അമ്മച്ചിയല്ലേ. അമ്മച്ചി എന്നെ മോളേന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കാം. കാറ്റ് വന്ന് എൻ്റെ തലമുടി ചിക്കുമ്പോൾ അമ്മച്ചിയുടെ വിരലുകൾ എന്നെ തൊടുന്നത് പോലെ തോന്നും. ഇന്നലെ രാത്രിയിൽ ഞാനൊരു കുറുമ്പ് കാണിച്ചു. ആരും കാണാതെ തണുത്ത മഴ മുഴുവൻ ഞാൻ നനഞ്ഞു. അമ്മച്ചിയുടെ വാത്സല്യം മഴ പോലെ പെയ്യുകയാണെന്ന് എനിക്ക് തോന്നി. എത്രയോ ദൂരെയാണ് എൻ്റെ അമ്മച്ചി. എന്നെങ്കിലും ഒരിക്കൽ നക്ഷത്രങ്ങളുടെ ആ ലോകത്ത് നിന്ന് മോളെ കാണാൻ അമ്മച്ചി വരൂ. ഒരിക്കൽ, ഒരിക്കൽ മാത്രം.
വേണ്ട. രാത്രി ഉണരുകയാണെങ്കിൽ യു ക്യാൻ ഗിവ് ദ സെയിം ഇഞ്ചക്ഷൻ. ഇതുവരെ ഉറങ്ങിയില്ലേ? അതെങ്ങനെ? മദ്രാസ് മെയിൽ പാസ് ചെയ്യാനുണ്ട്. 45 മിനിറ്റ് ലേറ്റാ. ലേറ്റോ? എന്തായി പറയുന്നത്? ആ വണ്ടി ക്യാൻസൽ ചെയ്തു. റേഡിയോയിൽ ന്യൂസ് ഉണ്ടായിരുന്നു. ഓ, അത് ശരി. ഇനി വെളുപ്പിന് 5 മണിക്ക് ഒരു പാസഞ്ചറേ ഉള്ളു പോകാൻ. അതുവരെ സുഖമായിട്ട് കിടന്നുറങ്ങാം. സുഖമായിട്ട് കിടന്നുറങ്ങാം. സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ല. തരാം. അല്ല, സിഗ്നൽ കാണിക്കാൻ ഒരു ഫ്ലാഗ് കിട്ടിയില്ല. തരാം. അതെ, ഒരു റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോ സിഗ്നൽ ഫ്ലാഗ് ഇല്ലെങ്കിൽ വണ്ടി നിർത്താതെ പോകില്ലേ? അതുകൊണ്ടാ 10 മിനിറ്റിന് മുമ്പ് KK നിർത്താതെ പോയി. അങ്ങനെ പല വണ്ടികൾ. ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിയിടിച്ചാ പിന്നെ എന്നെ കുറ്റം പറയാം. ഇല്ല, കിടന്നുറങ്ങണം. ശരി, ഗുഡ് നൈറ്റ്. ഭഗവാനി. മോനെ, ഞാൻ ആ രേഷ്മ കൊച്ചിന്റെ മുറിയിലേക്കൊന്ന് പോവണേ. കണ്ടില്ലെങ്കിൽ വീട്ടിലേക്ക് അറിയിച്ചേക്കണേ. സിസ്റ്ററെ, ഒന്ന് എന്റെ കൂടെ വരാമോ? എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ ഔസേ പുണ്യാളാ, ഞാൻ ജീവനോടെ തിരിച്ചു വന്ന ഒരു കൂട് മെഴുതിരി മേടിച്ച് കത്തിച്ചേക്കാവേ. മോളെ, ഇന്ന് എലിയായിട്ടാണോ പുലിയായിട്ടാണോ അവതാരം? മോളെ, രണ്ട് ഇരട്ടടക്കം 8 മക്കളെ എനിക്ക്. അവർക്ക് തള്ളിയില്ലാണ്ടാക്കല്ലേ. കെട്ടിയോൻ തളർവാദം പിടിച്ച് കിടക്കാണ്. അങ്ങേരെ വിധവയാക്കല്ലേ. മോളെന്ന് എണീറ്റ് വാ. ഞാൻ ഈ ഷീറ്റൊക്കെ ഒന്ന് മാറ്റട്ടെ. നല്ല കുട്ടിയല്ലേ? മെല്ലെ മെല്ലെ. ഇവിടെ നിൽക്കിട്ട അനങ്ങല്ലേ. നല്ല കുട്ടിയല്ലേ? എനിക്ക് പണി ഉണ്ടാക്കല്ലേ. ഇന്നലെ ഓർക്കാപ്പുറത്തായതുകൊണ്ടാ. അല്ലെങ്കിലേ എനിക്കും ചില മർമ്മൊക്കെ അറിയാം. മർമ്മം നോക്കി ഞാൻ പിടിച്ചാ പിന്നെ മതളകി നിൽക്കണ ആന വരെ മൂക്കൊണ്ട് കർത്താവേ. മോള് പക്ഷെ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. അയ്യോ പോയാ ഓടല്ലേ കുഞ്ഞെ, എന്റെ കർത്താവേ. എടേ ചന്ദ്ര, അതിനൊന്നും പിടിക്കണ. അയ്യോ മോളെ ഓടല്ലേ, നിക്ക്. എന്റെ ഈശോയെ എവിടെ പോയി? എത്രയോ ദൂരെയാണ് എൻ്റെ അമ്മച്ചി. എന്നെങ്കിലും ഒരിക്കൽ നക്ഷത്രങ്ങളുടെ ആ ലോകത്ത് നിന്ന് മോളെ കാണാൻ അമ്മച്ചി വരൂ. ഒരിക്കൽ, ഒരിക്കൽ മാത്രം. നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. വരൂ വരൂ മോളെ. വെളിച്ചം കണ്ടിട്ടാ തള്ള കിടന്ന് അലർന്നത്. നീ ആ കഥ അടച്ചേക്കണ. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു വയറ്റ് വേദന, എനിക്ക് സഹിക്കാൻ വയ്യായേ. ഡോക്ടറെ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോക്ടറെ ഒന്ന് കാണണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ. ആണോ? എന്താ പ്രശ്നം? അതെ, പോടാ പ്രാന്ത. അയ്യോ ഡോക്ടറെ,
പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? എന്നെ രക്ഷിക്കണേ. കേസ് ഓഫ് ഹാലുസിനേഷൻ കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണണം. വയറുവേദന സഹിക്കാൻ വയ്യ. അവൻ തൊഴിക്കണു. പറഞ്ഞൂടെ കളിയാ. ഞാൻ ഒരു കുതിരയെ വിഴുങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ ഡോക്ടറെ. ഇന്നാളൊരു പട്ടി വിഴുങ്ങിന്ന് പറഞ്ഞു. അതെന്നെ കടിച്ചിട്ടാ. ഞാൻ വിട്ടുകൊടുക്കോ? പുറകെ ഓടി ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റ ഇരിപ്പിടി വിഴുങ്ങി. അയ്യോ കുതിര മുതിര തിന്നുന്നു. അയ്യോ അവൻ വീണ്ടും ചവിട്ടുന്നു. എന്താ തന്റെ പേര്? ബർണിംഗ് ഡിസയർ. അതൊരു കുതിരയുടെ പേര്. അളിയൊരു കുതിരപ്പന്തയിൽ നടക്കുന്നിടത്തായിരുന്നു ജോലി. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ടൊരു ചവിട്ട് കിട്ടി. അന്ന് തുടങ്ങിയതാ. എന്തിനാ കുതിരയെ വിഴുങ്ങിയത്? അതെ വീടളിയാ, കാര്യം പറയട്ടെ. അതെ, കഴിഞ്ഞ റേസിന്റെ തലേ ദിവസം ഞാൻ എന്റെ ബർണിംഗ് ഡിസയറിനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. 2 തവണ അടുപ്പിച്ച് ജാക്ക്പോട്ട് വിൻ ചെയ്തവരാ. ഹാട്രിക് ഹാട്രിക്. അപ്പോഴാണ് സിൽവർസ്ട്രിക്ക് പാഞ്ഞു വരുന്നത്. അവന്റെ ഡിസയറിന്റെ സ്ഥിരം ശത്രുവാ മാരിയപ്പന്റെ കുതിര. ഡോക്ടർക്ക് അറിയില്ലേ? അവൻ എന്റെ ഡിസയറിനെ കൊല്ലാൻ വന്നു. ഞാൻ വിടുവോ? അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ വിഴുങ്ങൽ. ഇപ്പൊ റേസിന്റെ ടൈമാ. പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വയറ്റി കിടന്ന് ഓടുക. ഞാൻ ഛർദ്ദിച്ചു നോക്കി, അപ്പിട്ട് നോക്കി, എന്നിട്ട് പുറത്ത് വന്നില്ല? പുറത്തേക്ക് വരുന്നില്ല. കള്ളൻ. ഡോക്ടർ അവൻ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കോ? ശരി, ഞാൻ നോക്കട്ടെ. വീടാളിയ കേക്കുന്നില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ. ഡോക്ടർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തേക്കാം. എനിമ പോരാ. ഓപ്പറേറ്റ് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. ഓപ്പറേഷൻ വേണ്ട. എനിമ മതി. ഓപ്പറേറ്റ് ചെയ്യാം. കുതിര ഇവിടെ കിടന്നോട്ടെ. ആ. അയ്യോ ഓപ്പറേഷൻ വേണ്ട. അയ്യോ കുതിര തൊഴിൽ നിർത്തി വാലിട്ടടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിമ മതി. കുതിര വയറിന്റെ ചുവരുമേ നക്കുന്നു. ഇക്കിളി ഇക്കിളി. ഓപ്പറേഷൻ തിയേറ്റർ. അയ്യോ അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. വേദനയുണ്ടോ? ഇല്ല. ഓപ്പറേഷൻ ചെയ്ത് ജീവനോട് തന്നെ ഞാൻ ആ കുതിരയെ പുറത്തെടുത്തു. എന്നിട്ട് എവിടെ? റേസിന് പോയോ? വാ. ഇതാണോ? അല്ല അല്ല, ദാ നിൽക്കുന്നു, കണ്ടോ? ഹേയ്, അത് കറുത്ത കുതിരയല്ലേ? ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാ. ഏയ്, അത് വയറ്റിനകത്ത് കിടന്ന് കളർ മാറിയതാ. ഇല്ല, ഇല്ല. ഇപ്പോഴും അത് വയറ്റിൽ തന്നെ ഉണ്ട്. ഇല്ല, ഇല്ല. അത് വയറ്റിൽ കിടന്ന് ഓടുന്നു. അല്ല. എന്നെ കൊണ്ട് ഓടാൻ ഏയ്, പോകുന്നു. ഏയ്, നിക്ക്. ഏയ്, അയാളെ പിടിക്കേ, അയാളെ പിടിക്കേ.